ഗാസ ഇസ്രയേൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിച്ചു. കെയ്റോയിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും US പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നു. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ചായിരുന്നു ചർച്ച. വീണ്ടും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും ഒരു രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിച്ചു. ആശ്വാസകരമായിരുന്നു ഈ ചർച്ച. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ ചർച്ചയിൽ ഉണ്ടായത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? ഐസൻ. അശ്വതി, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ടർക്കി, ഖത്തർ, അതുപോലെ തന്നെ ഈജിപ്തും യു എസ് പ്രതിനിധികളുമായാണ് കൈറോവിൽ, അതായത് ഈജിപ്തിലെ കൈറോവിൽ ചർച്ചകൾ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ഘട്ടങ്ങളിലായുള്ള സമാധാന നിർദ്ദേശങ്ങളിൽ ആദ്യ സമാധാന ഘട്ടത്തിൽ വെടിനിർത്തൽ തയ്യാറാവുക, രണ്ടാം ഘട്ടത്തിൽ സ്വാഭാവികമായും സൈനിക പിന്മാറ്റം സംബന്ധിച്ചുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക, മൂന്നാമത് പുനർനിർമ്മാണം നടത്തുക എന്ന രീതിയിലാണ് ഈ സമാധാന നിർദ്ദേശങ്ങൾ അന്ന് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ഇപ്പോൾ നടപ്പാക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ ഗാസയിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇത് തന്നെയായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാധാന നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു കെയ്റോയിൽ എന്നാണ്. ആദ്യഘട്ടം ഈ 4 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരിക്കുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ചർച്ചകൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. സ്വാഭാവികമായും ചർച്ചകൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സമാധാന ധാരണയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്ത തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി. യെസ്, ഐസർ, എന്തായാലും ഈ ഗാസ ഇസ്രയേൽ യുദ്ധം എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടിരുന്നല്ലോ. അവിടുത്തെ ആക്രമണ രീതി എങ്ങനെയാണ്? നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? അശ്വതി, ഗാസയിൽ പല തരത്തിലുള്ള ഈ ഹമാസിന്റെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഹമാസിന്റെ പ്രകോപനം സ്വാഭാവികമായും ഗാസയിൽ വിന്യസിച്ചിട്ടുള്ള ഇസ്രായേൽ സൈനിക വിഭാഗങ്ങൾക്ക് നേരെയാണ്. സ്വാഭാവികമായും ഇസ്രായേൽ സൈനിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള ഗാസയിലെ ഹമാസിന്റെ നീക്കങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഏതാണ്ട് ഈ തർക്കങ്ങളിൽ മാത്രം, അതായത് ഇപ്പോൾ ഉണ്ടായ സമാധാന ധാരണയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന മിലിറ്ററി ഔട്ട് പോസ്റ്റുകളിലേക്ക് ഹമാസിന്റെ ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി വ്യോമാക്രമണം പോലും ഇസ്രായേൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 50ഓളം പേർ ഇക്കാര്യത്തിൽ ഈ നടപടിയിൽ ഭാഗമായി കൊല്ലപ്പെടുകയും ഇസ്രായേൽ സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ 80 പേർ ഹമാസ് ഭീകരർ തന്നെയാണ്. ഈ റഫ അതിർത്തി പരിസരത്ത് ഒളിച്ചു കഴിയുന്ന ഹമാസ് ഭീകരരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. മറ്റിടങ്ങളിലും സ്വാഭാവികമായും ചെറിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ സ്വാഭാവികമാണ്. ഇവയെല്ലാം തന്നെ അന്തിമ വെടിനിർത്തൽ നടപ്പാകുന്നതോടെ, അല്ലെങ്കിൽ വെടിനിർത്തൽ പൂർണ്ണമായി നടപ്പാകുന്നതോടെ ശാശ്വതമായി പരിഹരിക്കാനാകുമെന്ന് അങ്ങനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയട്ടെ. എന്തായാലും ഗാസ ഇസ്രയേൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിച്ചു എന്നൊരു ശുഭവാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. ഇനി കെയ്റോയിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ US പ്രതിനിധികൾ ഉൾപ്പെടെ ആ ചർച്ച നടന്നു. എന്തായാലും ആ ചർച്ചയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.